ഇപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ നെടുമങ്ങാട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തടി കയറുന്ന ഒരു മെഷീൻ്റെ അടുത്താണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അഗ്രോ ടെക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ എല്ലാ ജില്ലകളിലും, അതായത് മലപ്പുറം, കോഴിക്കോട് പോട്ടെ എല്ലാ ജില്ലകളിലും ഓൾറെഡി മെഷീനുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇത് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ചെറിയ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ നാളെ നെടുമങ്ങാട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ. അപ്പോൾ നമ്മുടെ ഈ സുഹൃത്ത് പ്രശാന്താണ് ഈ മെഷീൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് പ്രശാന്തിൻ്റെ അടുത്ത് നമുക്ക് വിശദമായിട്ട് നമുക്ക് ചോദിക്കാം. ഇതിപ്പം വാങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളാവും? ഇപ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 2 മാസം. സാധാരണ ഇതിപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് എത്ര കിലോ കയറാൻ പറ്റും? ഒരു മണിക്കൂർ കൊണ്ട് ആവറേജ് 500 കിലോ 500-600 കിലോയൊക്കെ പോകുന്നുണ്ട്. 500 കിലോ കയറാൻ പറ്റും. 500-600 കിലോയൊക്കെ പോകുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സൈസ്? എത്രയൊക്കെ സൈസുള്ള മരങ്ങൾ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും? 50 ഇഞ്ച് വരെയൊക്കെ പോകാൻ പറ്റും, കീറാൻ പറ്റും. 50 ഇഞ്ച് വരെയുള്ളത്. നീളം കുറയുന്നതിനനുസരിച്ച് കീറുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് ഏതാണ്? നമുക്ക് ഈ ഉണക്കത്തടി കയറുന്നതാണ് കൂടുതൽ എളുപ്പം? അത് പച്ച. ഈ ഉണക്കത്തടി കയറുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഉണക്കത്തടി ഒരുപാട് ഉണങ്ങിയതാണെങ്കിൽ പൊടിഞ്ഞു പോവുകയുള്ളൂ. ഉണങ്ങിയെന്ന് വെച്ചാൽ ചെത്ത് കിടക്കുന്ന അങ്ങനെയുള്ള. അപ്പോൾ ഉണക്കാണെങ്കിൽ ഒരുപാട് പൊടി വരും അല്ലേ? അത് വിറവിൻ്റെ ഇതുപോലെ ഇരിക്കും. അതായത് ഒരു മണിക്കൂറിൽ 500 കിലോ കീറാൻ പറ്റുമെന്നാണ് പ്രശാന്ത് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു കൂലിക്ക് ഒരാളിനെ നമ്മൾ നിർത്തി ഇതുപോലെ കോടാലിക്ക് കീറുകയാണെങ്കിൽ നമുക്ക് എത്ര കീറാൻ പറ്റും? കൂടിപ്പോയാൽ പറയാൻ പറ്റില്ല. എന്തായാലും 500 കിലോ ഒന്നും കീറാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് 1000 കിലോ കീറും നമ്മൾ ജോലിക്കാരനാണ്. പക്ഷേ അത് മണിക്കൂറുകൾ എടുക്കുകയും ചെയ്യും. ഒരു ദിവസം ഫുൾ എടുക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇതിന് സ്റ്റാർട്ടിങ് അതാണ്. അത് ഈ ലിവർ പിടിച്ചതിൽ നമ്മൾ ലിവർ കയറ് കെട്ടി വലിക്കുമ്പോൾ സ്റ്റാർട്ടാവും. പിന്നെ ബാക്കിയെല്ലാം അവിടെയാണ്. അതിലാണ് നമ്മൾ. എന്തിൻ്റെ മെഷീനാണിത്? ഇത് എന്തിൻ്റെ മെഷീനാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പറഞ്ഞ് എടുത്തതാണ്. ഇതെടുത്ത് മലപ്പുറത്ത് നിന്നാണ്? അതെ. ഇത് പെട്രോളോ ഡീസലാണോ? ഡീസലാണ്. ഇത് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നുള്ളത്? ഇത് ഈ ബോൾട്ട്. ഇത് പാളമല്ലേ നമുക്ക്? അല്ലേ? അതെ. അതേപോലെ ആ സൈഡിലും ഉണ്ട് അതേപോലെ ബോൾട്ട്. നീങ്ങി പോവല്ലേ ഇത്? ഭാഗത്തോട്ട് വെച്ചത് ലോക്ക് ചെയ്യാം അല്ലേ? അതെ. ഇത് എങ്ങനെ ഉരുക്കാണോ? അത് ഈ മുനയെന്ന് പറയുന്നത് ഉരുക്കാണോ? ഇതെങ്ങനെയാണ് രാവുന്നത്? ഫയലിൽ രാവാൻ പറ്റും. ഇത് മെഷീനും രാവാം, കൈക്കും രാവാം. ഇതെന്താണ് സംഭവം? ഇത് ഈ കോടാലി ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന സാധനം ലിവറാണ്. ഈ സാധാരണ ഇതിൽ ഈ ആക്സിലേറ്ററും കാര്യങ്ങളും ഞാൻ ഈ ഇതുപോലെ പല വണ്ടികളും കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആക്സിലേറ്റർ താഴെയാണ് വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ വണ്ടിയുടെ താഴെ. പക്ഷേ ഇതും വർക്ക് അവർ ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? അതെനിക്കറിയില്ല. എനിക്ക് കിട്ടിയതിൽ ആക്സിലേറ്റർ പ്രത്യേകിച്ചില്ല. ഇതാണ് അതിൻ്റെ മെയിൻ ലിവർ. പിന്നെ ഇതിൽ ഓവർ വലിയ പീസൊക്കെ വരികയാണെങ്കിൽ ഇതും കൂടെ പിടിച്ച് ഇത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്ന ഇതിലാണ്. അതെ അല്ലേ? ഇത് ഹൈഡ്രോളിക് ആണല്ലോ അല്ലേ? അതെ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. പണ്ട് നമുക്കൊരു വണ്ടി ഉണ്ടല്ലോ, ലാംബർട്ടെ ഇല്ലേ? അതിലെ മെഷീൻ ഇതുപോലെയല്ലേ? കയറ് കെട്ടി ഇല്ലേ? പണ്ടത്തെ വണ്ടി ഫ്രണ്ട് എഞ്ചിനല്ലേ? അതുപോലെ കയറ് കെട്ടിയാണ് ഇത് വലിക്കുന്നത് അല്ലേ?
സെൽഫ് സ്റ്റാർട്ടറിൻ്റെ ഒരു മെഷീനും ഉള്ള വണ്ടികളും കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, അതിന് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ്. ഇതിപ്പോൾ സാധാരണ ഒരു മണിക്കൂറേ നിങ്ങൾ എത്രയാണ് വാങ്ങുന്നത് വാടക? ഞാനിപ്പോൾ 500 രൂപയാണ് വാങ്ങിക്കുന്നത്. 500 രൂപ. നിങ്ങളിപ്പോൾ ഈ തിരുവനന്തപുരം ജില്ല വിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, കൊട്ടാരക്കരയ്ക്ക് പോയിട്ടുണ്ട്. അത് അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വാങ്ങുന്നത്? അവർ വണ്ടിയുടെ പൈസ അവർ തരും. അതായത് ഡീസലിൻ്റെ പോയിട്ട് മണിക്കൂർ വാടക? ഡീസലിൻ്റെ പോയിട്ട് പറഞ്ഞു, അത് പറഞ്ഞേ പോകുള്ളൂ. നമ്മളെ വീടിൻ്റെ പരിസരത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ 500 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന്, എന്നിട്ട് എന്നാലും 500 രൂപ അവിടെ ചെന്നോണം 500 രൂപ ചെയ്തിട്ട് പോരാൻ പറ്റൂല. 5-10 കിലോമീറ്റർ പോകുമ്പോൾ ഈ വണ്ടിയുടെ ഡീസൽ നോക്കണ്ടേ? വണ്ടി ഡീസൽ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് വേണ്ടി വേറെ 500 രൂപ പണിക്ക് വേണ്ടിയിട്ട് അങ്ങ് പോയാൽ അത് നമുക്ക് നഷ്ടവും. അതിൽ ഒരുപാട് കീറ ഉണ്ടെങ്കിൽ നമുക്കത് നേട്ടമാണ്. എന്നാലും ഡീസലിൻ്റെ പൈസ പ്രശ്നമാണ്. നമുക്കിത് ഡീസൽ ആവണുണ്ട് നമ്മൾ ചെയ്യണതനുസരിച്ച്. അതിനോട് നമ്മൾ ഓവറായിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടേണ്ടത്. ഇപ്പം തന്നെ ഇതിലിപ്പോൾ കാണാം അത്രയും വേർത്തൊഴിവെയാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു പാടുമുണ്ട്. അപ്പോൾ പുള്ളി വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ 500 രൂപയാണ് അത് ഒരു മണിക്കൂറിന് അല്ലേ? എനിക്ക് നെടുമങ്ങാട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വേറെ കണ്ടിട്ടുണ്ടോ ഇത്? തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് ഉണ്ടെന്ന് പറയുന്നത്. പോത്തങ്കോട്. കാരണം മറ്റ് ജില്ലകളിലൊക്കെ മലപ്പുറത്തൊക്കെ 10 വർഷം വരെ ആയി വന്നിട്ടോ. മറ്റ് ജില്ലകളിലൊക്കെ ഒരുപാടുണ്ട് സംഭവം. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ പ്രശാന്ത് ഇത് വാങ്ങിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തോ വലിയ സംഭവമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്നെനിക്ക് പറയാനുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. പ്രശാന്തുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.